നമസ്കാരം, ദീപാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു അടിതടലയാണ്. അടിതടല ഒരുപാട് ഐറ്റം നാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വ്യത്യസ്തമായ ഒരു ഐറ്റമാണ് ഈ അടിതടലയിൽ. എന്താണ് ഇരിക്കുന്നത്? അടിതടല കൈ കൊണ്ട് തടല തിരിച്ചുള്ള കൗണ്ടർ അറ്റാക്കും. ഇനി അത് ആ അടിതടല കൊണ്ട് ലോക്കുണ്ട്, ലോക്കിൽ പ്രയോഗമുണ്ട്. അപ്പം ഞങ്ങളിത് ചെയ്യണം, നിങ്ങളും ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇത് ചെയ്യണം? അടിക്കാൻ നേരത്തെ തടുത്ത് ആദ്യം പഠിക്കുക. നമ്മൾ ചെയ്യുന്ന ഇടി നമ്മുടെ ദേഹത്ത് കയറുന്നുണ്ടോ, അത് തടുക്കുന്നുണ്ടോ? അപ്പോൾ കൈയും കാലും കൊണ്ട് അടിക്കാൻ നേരത്ത് നമ്മളെങ്ങനെ തടയുന്നു, ആ ഒരു രീതിയാണ് ഇവിടെ ചെയ്യാൻ പോണത്. അത് ആക്കിയും കാണിച്ചു തരാം. അത് നിങ്ങൾ വളരെ സൂക്ഷ്മതയായിട്ട് കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ കൊച്ചാണ്. ഓക്കെ റെഡി? ഇത് നോക്കണം. ഞങ്ങൾ നമ്മൾ വഴക്കൊന്നുമില്ല, നേരത്തെ മുൻവൈരാഗ്യമില്ല. പെട്ടെന്നുള്ളൊരു ആക്രമണമാണ് നമ്മൾ ഇടിച്ച് വൺ ഫാസ്റ്റ്. ഇതാണ് തിരിഞ്ഞ് പെടലിൻ്റെ ബാക്ക് സൈഡ് വെട്ടിക്ക് വൺ, പെടലിൻ്റെ പുറമാണ് വെട്ടുന്നത്. ഇനി ഇത് തൊഴിച്ചേ കാലം മടക്കരിച്ചേ അടിച്ചേ. ഓക്കെ, ഇതാണ്. അപ്പം നമ്മൾ ഒരാൾ കളരി പഠിക്കാൻ നേരത്ത് കളരിയിൽ ലാസ്റ്റ് പറയുന്നത് മെയ് കണ്ണാകുക എന്ന് പറയുന്നുണ്ട്. മെയ് കണ്ണ അല്ലെങ്കിൽ കാക്കക്കണ്ണാകുക. ഇപ്പോൾ അഭ്യാസം നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മളൊരു അറേഞ്ച് ചെയ്ത് ആയിരിക്കും നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇത് പുറത്തും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ പുറത്ത് ഇതുപോലെ കിട്ടണമെങ്കിൽ നിരന്തരം ചെയ്യണം. നിരന്തരം അഭ്യാസം എങ്ങനെയാണ് ഒരു പറയണമെന്ന് വായും കൈയും പോലെയാവണമെന്ന് വെച്ചാൽ നമ്മളെന്ത് ഉറക്കത്തിലാണെങ്കിലും ഒരു ഭക്ഷണം തന്നാൽ അതെടുത്ത് വായിൽ വെക്കും. അതുപോലെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എത്ര കറണ്ട് പോയാലും എവിടെ ഇരുന്നാലും ഭക്ഷണം കൈ കിട്ടിയാൽ വാവുളിയും. ഇതുപോലെയാണ് അഭ്യാസം. അപ്പോൾ ഇതിനെ തർക്കന്മാരാകുന്നത് നിരന്തരം കുറഞ്ഞത് 1 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞ് അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നിരന്തരം ചെയ്യണം ഡെയിലി. നമ്മളിത് ചെയ്യാതെ ഇരുന്നേച്ചും വല്ലപ്പോഴും ചെയ്താൽ കിട്ടത്തില്ല. അവരെ ഒരു നോക്കിയും നമ്മുടെ സൂക്ഷ്മത കൊണ്ട് അവരെ ഭയപ്പെടുത്തുന്ന രീതിയുണ്ട് അഭ്യാസത്തിൽ. അല്ല വെറുതെ തടയല്ല. എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന അറ്റാക്കാണ് അവർ ഭയന്ന് പോകുന്നത്. നമ്മൾ 3 റൗണ്ടാണ് അടിക്കുന്ന ഒരാളെ, ഒറ്റ റൗണ്ട് കൊണ്ട് നിർത്തത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഞങ്ങൾ 2 രീതിയിൽ തടയാം. ഫാസ്റ്റായിട്ടും ചെയ്യാം, പുറം തിരിഞ്ഞും ചെയ്യാം, പുറം തിരിയാതെയും ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യാൻ പോകണം പുറം തിരിഞ്ഞ പഞ്ച് ചെയ്ത് ബ്ലോക്ക്, പുറം തിരിഞ്ഞ് വെട്ടി തൊഴിച്ച് കാല് മടക്കരിച്ച് മതി. ഓക്കെ, ബാക്ക്. അത് ഒന്ന്. രണ്ടാമതാ പഞ്ച് ചെയ്ത് പുറം തിരിഞ്ഞ് വെട്ടിക്ക് ബ്ലോക്ക് വേണ്ട. കിക്ക് നമ്മളെപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒറ്റ കൈക്ക് മാക്സിമം തടുക്കാതിരിക്കാൻ ശ്രമിക്കുക. തൊഴിച്ച് ദേ സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ട് അടിച്ച് തിരിച്ച് ഈ കാലിനടിച്ച് ഈ ബ്ലോക്ക്. നമ്മളെ പിടിക്കാത്തത് നാട്ടിത്തടല എന്ന് പറയുന്നത്. കാലുമടക്കി അടിക്കണേ പിടിക്കാൻ നാട്ടിത്തടല. അപ്പോൾ ഒന്നുകൂടെ നിങ്ങളത് സ്ലോയിൽ ഞങ്ങളത് എങ്ങനെയാണെന്ന് ചെയ്യാം. പഞ്ച് ചെയ്ത് വേണ്ട ബ്ലോക്ക്. അപ്പോൾ എൻ്റെ വക്കില് ഞാൻ ഇവിടുന്ന് പുറം തിരിഞ്ഞ് വെട്ടിക്ക് ഇത് ബാക്ക്. അതിന് എവിടെ വെട്ടണ? പെടലിൻ്റെ പുറയിൽ അതിന് തടയിട്ട് കൊടുക്കുക നമ്മൾ. എന്നിട്ട് എൻ്റെ ഗ്രോയിനടിച്ച് ഗ്രോയിൻ. ഓക്കെ, തടുത്ത് ഓക്കെ, തടുത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത് നിന്ന് അഭ്യാസം എപ്പോഴും മാക്സിമം ഒരാളെ അറ്റാക്ക് ചെയ്യാൻ ഇത്രയും ഫാസ്റ്റായിട്ട് ഒന്ന് പഞ്ച് ചെയ്തേ. കേട്ടാ, നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞ് കളയാം. ഇതാണ് കുത്തി താഴെയിടുക. അപ്പോൾ അതാണ് അഭ്യാസം. അപ്പം നമ്മളെത്രയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് രണ്ടാമത് ഞങ്ങളിത് ചെയ്യാൻ പോകണം. ഇതെങ്ങനെ ലോക്ക് ചെയ്യണം നോക്കണം. പഞ്ച് ഈ ബ്ലോക്ക്. ഇതാണ് അറ്റാക്ക്. ഒന്നുകൂടെ നോക്കണം. ഈ പഞ്ച് ബ്ലോക്ക് കയറി ഉണ്ടോ വെട്ടുക. അപകടമാണ്, അറ്റാക്ക് അപകടമാണ്. തിരിച്ച് പഞ്ച് ചെയ്ത് തിരിഞ്ഞ് വെട്ടിക്കേ ബ്ലോക്ക്. ഇതാണ്ട ബ്ലോക്ക് ദേ അടിച്ച് താഴെ. അപ്പം രണ്ടാമത്തെ നോക്കണം. ആദ്യം പഞ്ച് ചെയ്ത് തിരിഞ്ഞ് വെട്ടി തടയിട്ട് അല്ലേ, തടയിട്ട് ഇതുണ്ട് ബ്ലോക്ക്. ഇതാ രണ്ടാമത്തെ. മൂന്നാമത്തെ നോക്കണം. ചവിട്ടിക്ക്. ഓക്കെ, റെഡി. ഇതാ വെട്ടുക. അപ്പോൾ എന്നിട്ട് ദേ പഞ്ച്. ഓക്കെ, ഇത് നമ്മൾ ഒറ്റക്കാലം നിൽക്കുന്ന ഒരാളാണ്. സിമ്പിളായിട്ട് മറിച്ചിടാം, ദൂരെ മറിച്ചിടാം. അപ്പോൾ ആ പോണ വഴിക്ക് ഇങ്ങനെ ഒരു വെട്ടും വെച്ച് കൊടുക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഞ്ച് ചെയ്തേ തിരിഞ്ഞ് ചവിട്ടിക്ക് വേണ്ട ബ്ലോക്ക്. കോരിയെടുത്ത് നമ്മൾ ഇവിടെയും വെട്ടി പഞ്ചും ചെയ്യണം. നാലാമത്തെ ഈ അടിതടലയുടെ ഭാഗം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാലുമടക്കരിച്ച് ബ്ലോക്ക് തിരിച്ച് വേണ്ട. നമ്മളെ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിലൊരു ഡേഞ്ചറായ സാധനമുണ്ട്. ഈ അടിച്ച് ഇതണ്ട അടുത്തൊരു പെടലിക്ക് അടിച്ചിട്ട് ദേ എന്നിട്ട്
തലകുത്തിച്ചായിടണം. നമ്മളത് നമ്മുടെ കളരി വിദ്യാർത്ഥിയായ കാരണം കളരി പഠിപ്പിക്കാൻ നമ്മൾ ട്രോൾ ചെയ്താണ് പഠിപ്പിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഒന്ന് ഇതാണ് ഞങ്ങൾ ഇപ്പോൾ എത്ര ഐറ്റം ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. 1 പഞ്ച്, ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. ദേ കാല്, കൈ, അറ്റാക്ക് നോക്കണം. രണ്ടാമത് തിരിഞ്ഞു പറ്റിക്കേ, തിരിഞ്ഞു ഇത് വേണ്ട, ലോക്ക് ലോക്കിയിട്ട് കാല് പറിച്ച് കളയാം. ഈ കാലിന് അടിച്ച് മറിച്ച് കളഞ്ഞിട്ട് നിലത്തിട്ട് പഞ്ച് ചെയ്യും താടിയലിന്. മൂന്നാമത് കിക്ക്, ലോക്ക്, പഞ്ച്, ഇത് വേണ്ട പെടലിൻ്റെ സൈഡിൽ വെട്ടി ഒരു പഞ്ച് ചെയ്യും. 4, 5 കാല് മടക്കി വെച്ചേ ഇതേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന. അതിൽ ഓരോ ഐറ്റം ചെയ്യാൻ നേരത്തും നിങ്ങൾ ചേർന്നാൽ ഇത് വേണ്ട, മുട്ട് തമ്മിൽ ചേരണം, ചെവി അടഞ്ഞു നിൽക്കണം, ചെവിയുടെ ബാക്ക് സൈഡ്. അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്. ചിലർ ഇങ്ങനെ നാട്ടിൽ തരലെന്ന് പറയുമ്പോൾ ഇത് 1 അടിച്ചേ 1, അല്ല കാലിനടിച്ചേ കാലിൽ. ഓക്കെ, അപ്പോൾ ഇതാ ക്യാച്ച്. ഒന്നുകൂടെ 1. ഇനി ഈ ആളെ പെട്ടെന്ന് നമുക്ക് കളയണമൊക്കെ അടിച്ചേ. ദേ ഇവിടെ ഒറ്റ ഒരു തിക്ക് വെച്ച് കൊടുത്താൽ മതി. ദേ തിക്കിയാൽ മതി. ഇവിടെ വന്ന് ഈ പുള്ളൂരിക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വേദനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുക. ഞാൻ ഒരുപാട് ഞങ്ങളുടെ കളരി പ്രകൃതി ഈ നല്ല കൊടുങ്കാറ്റുണ്ടായിരുന്നു ഞങ്ങളുടെ ആലപ്പുഴയിൽ. അങ്ങനെ ഒരു മരം വീണ് കളരി മൊത്തം പൊളിഞ്ഞു പോയായിരുന്നു. രണ്ടാമത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കളരിയൊക്കെ കെട്ടി, അതാണ് ഇത്രയും താമസിച്ചു പോയത്. അതൊരു കാര്യമാണ്. അപ്പോൾ കളരി പൊളിഞ്ഞ് കുറച്ച് ദിവസം ഞങ്ങൾ ക്ലാസ്സൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ കളരിയൊക്കെ നല്ലപോലെ കെട്ടി വൃത്തിയാക്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു 2 ആഴ്ച പോയി. പിന്നെ അത് കഴിഞ്ഞ് നല്ല മഴയും കറണ്ട് പോക്കും, ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത സമയമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ പേരിലും എൻ്റെ കളരി പേരിലും ഒരു നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും കാണണം. ഇനി നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ വീഡിയോ ഒരു പൊങ്ങാതെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ കാണുന്നില്ല, പൊതുവേ ആൾക്കാർ കാണുന്നില്ല. അപ്പം നിങ്ങളത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങളെപ്പോലെയുള്ള ആശാന്മാരെയും ഞങ്ങളെപ്പോലെ വിദ്യാർത്ഥികൾ, എൻ്റെ കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കൊക്കെ ഒരു എനർജി ആയിക്കോട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, സന്തോഷം. നമസ്കാരം.